Hello students, welcome back to another class of physics. Today we are going to discuss a new chapter. അപ്പോൾ ഈ പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു വീഡിയോ കാണും. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതാണ് അല്ലെ. ഫ്ലൈറ്റ് ഉയരാൻ വേണ്ടിയിട്ട് കുതിച്ചു പോവുകയാണ് അത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം വളരെ സ്പീഡിലാണ് ആ ഫ്ലൈറ്റ് മുകളിലേക്ക് ഉയരുക. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ നോക്കിയിരിക്കുന്ന ആ ഒരു നിമിഷം കൊണ്ട് തന്നെ അത് നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാവും ചെയ്യും. അപ്പൊ അതെന്താണ്? അത്രയും സ്പീഡ്, എക്സ്ട്രീം സ്പീഡിലാണ് അത് പോകുന്നത്. ഇനി നമ്മുടെ പാഠബുക്കില് ടെക്സ്റ്റില് ഫസ്റ്റിൽ കൊടുക്കുന്ന ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കൂ. ഈ ഫിഗറിൽ എന്താ പറയുന്നത്? രണ്ട് പേര് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. എന്താ അവർ പറയുന്നത്? ഒരാൾ പറയുന്നുണ്ട്, ഇത്രയും സ്പീഡിൽ പൊങ്ങി ഉയരുന്ന ഈ ഒരു ഫ്ലൈറ്റ്, അതായത് ഫ്ലൈറ്റ് എത്ര പെട്ടെന്നാണ് നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന് മറുപടി ആയിട്ട് മറ്റാൾ എന്താ പറയുന്നത്? അതിലൊന്നും വലിയ കാര്യമില്ല, കാരണം നമ്മളും ഇതേ സ്പീഡിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇതേ സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ പോസിബിൾ ആവുക? അവര് രണ്ടുപേരും അവിടെ നിൽക്കുകയാണ് അല്ലെ, നിന്നുകൊണ്ട് സംസാരിക്കുക. പിന്നെ എന്തുകൊണ്ടാണ് ആ രണ്ടാമത്തെ ആൾ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ ഇതേ സ്പീഡിൽ, ഈ ഫ്ലൈറ്റിന്റെ ഇതേ സ്പീഡിൽ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാൻ കാരണം എന്താ? അത് കേട്ടിട്ട് ഒന്നാമത്തെ പേഴ്സൺ വളരെ വണ്ടറടിച്ചിരിക്കുക. എങ്ങനെ ഇപ്പൊ അത് പോസിബിൾ ആകുന്നത്? നമ്മളിവിടെ റെസ്റ്റിലാണല്ലോ നിൽക്കുന്നത്, നമ്മളിപ്പോ എന്ത് ചെയ്യാണ്? ചലിക്കാണ്ടേ ഇരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇത് ഇത്രയും സ്പീഡ് ഉണ്ട് എന്ന് ഇയാള് പറയുന്നത് എന്നുള്ള ആകെ വണ്ടറടിച്ചിരിക്കുകയാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ എന്നുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, ഇങ്ങനൊരു ചാപ്റ്ററിൽ നമ്മള് എങ്ങനെയാണ് ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാണ്, അതായത് റെസ്റ്റിലാണ്, അല്ലെങ്കിൽ അത് മോഷനിലാണ്, മൂവ്മെന്റ് ഉണ്ട് വസ്തുവിന് എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ പറയാനുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ടാബിൽ ശ്രദ്ധിക്കൂ. നമ്മുടെ ടെക്സ്റ്റിൽ ഈ ഒരു ടാബിൾ കൊടുത്തിട്ടുണ്ട്. 9.1 ടാബിൾ 9.1 എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്, ചില സാഹചര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്നും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്നും എഴുതിയിട്ടുണ്ട് അല്ലെ. അതായത് അത് നിശ്ചലാവസ്ഥ, ചലനാവസ്ഥ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് സിറ്റുവേഷൻ എന്താണ്? പാസഞ്ചർ ഈസ് ഇൻ മൂവിംഗ് ബസ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ ഇരിക്കുന്ന പാസഞ്ചറാണ്. അദ്ദേഹം ചലനാവസ്ഥയിലാണോ അതോ നിശ്ചലാവസ്ഥയിലാണോ, മോഷനിലാണോ, റെസ്റ്റിലാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ദ ബസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബസ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അയാൾക്ക് ചലനമുണ്ടോ ഇല്ലയോ? ഏതിലാണ് അവിടെ ടിക്ക് കൊടുത്തിരിക്കുന്നത്? അവിടെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അതായത് അദ്ദേഹം എന്താ ചെയ്യുന്നത്? ബസ്സിനുള്ളിൽ ഇരിക്കുകയാണ്. ബസ്സിനുള്ളിൽ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നില്ല, ഇരിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് റെസ്റ്റിലാണ്. അപ്പൊ ബസ്സിനെ അപേക്ഷിച്ച് അയാൾ എന്താണ്? റെസ്റ്റിലാണ്. ഇനി രണ്ടാമത് പറഞ്ഞിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ റോഡ്. റോഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അയാൾ എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആണല്ലോ, കാരണം ചലിച്ചുകൊണ്ടിരിക്കുന്ന ബസ്സിലാണ് അയാൾ ഇരിക്കുന്നത്. അപ്പോ നമ്മള് റോഡിലേക്ക് നോക്കുന്ന സമയത്ത് അതെന്താണ്? റോഡിനെ അപേക്ഷിച്ച് അതെന്താണ്? അദ്ദേഹം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ അതിനുള്ളിൽ ഇരിക്കുന്ന പാസഞ്ചർ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് സിറ്റുവേഷൻ എന്താണ്? എ ക്രൗ സിറ്റിംഗ് ഓൺ എ കൗ ഗ്രേസിംഗ് ഇൻ എ ഫീൽഡ്. മൈതാനത്ത് മേഞ്ഞുകൊണ്ടിരിക്കുന്ന പശു, പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന പശു, അതിന്റെ മുകളിൽ ഇരിക്കുന്ന കാക്കയ്ക്ക് എങ്ങനെയാണ്? ചലനാവസ്ഥയാണോ നിശ്ചലാവസ്ഥയാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ കൗ, പശുവിനെ അപേക്ഷിച്ച് കാക്കയ്ക്ക് ചലനമുണ്ടോ ഇല്ലയോ? പശുവിനെ അപേക്ഷിച്ചിട്ട് കാക്കയ്ക്ക് ചലനം ഉണ്ടാവുമോ? ഇല്ല അല്ലെ. കാരണം എന്താണ്? പശു എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ ഇരിക്കുകയാണ് കാക്ക. കാക്ക ആ പശുവിന് മുകളിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്? കാക്കയ്ക്ക് പശുവിനെ അപേക്ഷിച്ച് ചലനമുണ്ട് എന്ന് പറയാം. പക്ഷേ കാക്ക എന്താ ചെയ്യുന്നത്? അതിന്റെ മുകളിൽ ഇരിക്കുകയാണ് അല്ലെ. ചലിച്ചുകൊണ്ടിരിക്കുന്ന പശുവിന്റെ മുകളിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തില്ല? കാക്കയ്ക്ക് അവിടെ ചലനമില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെന്ന് പറയാം. പിന്നെയോ വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാക്ക ചലിക്കുന്നില്ലേ? ഉണ്ടല്ലോ, കാരണം ചലിച്ചുകൊണ്ടിരിക്കുന്ന പശുവിന്റെ മുകളിലാണ് കാക്ക ഇരിക്കുന്നത്. അപ്പൊ എന്ത് പറയാം? വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് അത് സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ്. ഇനി മൂന്നാമതായിട്ട് എ ചൈൽഡ് സ്റ്റാൻഡിംഗ് ഇൻ എ ഫീൽഡ്. ഒരു മൈതാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പ്ലേ ഗ്രൗണ്ടിൽ നിൽക്കുന്ന കുട്ടി നിൽക്കുകയാണെങ്കിൽ അത് ആലോചിക്കുക. കുട്ടി നിൽക്കുകയാണ്, അത് അവൻ എന്ത് ചെയ്യുന്നില്ല? മൂവ്മെന്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവൻ എന്താണ്? റെസ്റ്റിലാണോ മോഷനിലാണോ? റെസ്റ്റിലാണ് അല്ലെ. കാരണം അവൻ എന്ത് ചെയ്യാണ്? അനങ്ങാതെ അവിടെ നിൽക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. വിത്ത് റെസ്പെക്ട് ടു ദ സണ്ണ്, സണ്ണിനെ അപേക്ഷിച്ചിട്ടാണെങ്കിൽ ചലനം ഉണ്ടാകുമോ ഇല്ലയോ? നമുക്ക് പറയാം അല്ലെ. കാരണം എന്താണ്? നമ്മുടെ ഭൂമി എർത്ത് എന്ത് ചെയ്യുന്നത്? സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, സണ്ണിന് ചുറ്റും ആര് റിവോൾവ് ചെയ്യുന്നുണ്ട്? എർത്ത് റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ സണ്ണിൽ നിന്ന് ഒരാള് നോക്കുവാണെങ്കിൽ അയാൾ എന്ത് പറയും? ദേ ആ കുട്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയും. ആണല്ലോ, കാരണം ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭൂമിയിൽ ആര് നിൽക്കുന്നുണ്ട്? ആ കുട്ടി നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ സണ്ണിൽ നിന്ന് ഒരാൾ നോക്കുമ്പോ അയാൾക്ക് എന്ത് തോന്നും? ആ കുട്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നതായി തോന്നും. അപ്പൊ നമുക്ക് എന്ത് പറയാം? വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൗണ്ട് ആ കുട്ടി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. വിത്ത് റെസ്പെക്ട് ടു ദ സണ്ണ് ആ കുട്ടി എന്ത് ചെയ്യാണ്? സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ്. ഇനി നെക്സ്റ്റ് പറയുന്നുണ്ട് എ ബുക്ക് ഓൺ എ റൊട്ടേറ്റിംഗ് ടേബിൾ. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മേശയിലിരിക്കുന്ന ബുക്ക്, അതിന്റെ എങ്ങനെയാ നോക്കാം. ഓക്കെ, അപ്പോ വിത്ത് റെസ്പെക്ട് ടു ദ ടേബിൾ, ടേബിളിനെ അപേക്ഷിച്ച് എന്താണ്? ബുക്ക് ചലിക്കുന്നുണ്ടോ? ഇല്ല, കാരണം അതവിടെ റെസ്റ്റിൽ അങ്ങനെ ഇരിക്കുകയാണ് അല്ലെ. ഒന്ന് ആലോചിക്കുക, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ടേബിൾ. ആ ടേബിളിന്റെ മുകളിൽ നമ്മളൊരു ബുക്ക് വെച്ചു. ബുക്ക് ചലിക്കോ? ഇല്ല അല്ലെ. ബുക്ക് ആ ടേബിളിന്റെ കൂടെ കിടന്ന് കറങ്ങുകയുള്ളൂ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? വിത്ത് റെസ്പെക്ട് ടു ടേബിൾ ദ ബുക്ക് ഈസ് അറ്റ് റെസ്റ്റ് അല്ലെ. ബുക്ക് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. ഇനി എപ്പോഴാ ചലിക്കുക? നമ്മള് ഫ്ലോറ്, തറയുമായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോ അതെന്താണ്? ആ ബുക്ക് ചലിക്കുന്നുണ്ട്. കാരണം തറയിൽ നിന്ന് നോക്കുമ്പോ ടേബിൾ മൊത്തത്തിൽ കറങ്ങുകയാണ് അല്ലെ. അപ്പൊ അതിന്റെ മുകളിൽ നിൽക്കുന്ന ബുക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? വിത്ത് റെസ്പെക്ട് ടു ദ ഫ്ലോർ ബുക്ക് ഈസ് അറ്റ് എ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഓക്കെ, പിന്നെ ടേബിളിനെ അപേക്ഷിച്ചിട്ട് അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. അപ്പൊ ഇത്രയാണ് ആ ഒരു ടേബിളിൽ നമുക്ക് ഫീൽ ചെയ്യാനുള്ളത്. അപ്പൊ ഈ ഒരു ടേബിൾ അനലൈസ് ചെയ്താൽ ഫസ്റ്റില് എന്തുകൊണ്ടാണ് ഈ രണ്ടു പേര് തമ്മിലുള്ള സംഭാഷണത്തില് അയാൾ അങ്ങനെ പറഞ്ഞത് നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് അയാൾ പറഞ്ഞത്? നമ്മളും ഇതേ സ്പീഡിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. എന്തുകൊണ്ടായിരിക്കും? സണ്ണിൽ നിന്ന് ഒരാള് നോക്കുമ്പോ നമ്മൾ എന്താണ്? സ്പീഡിൽ കറങ്ങുന്ന ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നിൽക്കുന്നുണ്ട്. അപ്പൊ സണ്ണിൽ നിന്ന് ഒരാള് നോക്കുമ്പോ അയാൾക്ക് എന്താ തോന്നുന്നത്? ഈ ഭൂമിയിൽ ഇരിക്കുന്ന ഇയാളും എന്തിന്റെ സഞ്ചരിക്കുന്നുണ്ട്. കാരണം അതെന്താണ്? ഭൂമി റിവോൾവ് ചെയ്യുമ്പോ ഭൂമിയിലുള്ള ആൾക്കാരും അതിന് കൂടെ എന്തുണ്ട്? റിവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ സണ്ണിൽ നിന്ന് ഒരാൾ നോക്കുമ്പോ എന്താണ്? ആ ഭൂമിയിലിരിക്കുന്ന ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്, ചലിക്കുന്നുണ്ട് എന്ന് തോന്നും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഫസ്റ്റില് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കാരണം, അങ്ങനെ ഒരു കോൺവെർസേഷൻ വരാൻ കാരണം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കാം. ഈ ടേബിളൊക്കെ നോക്കുന്ന സമയത്ത്, ഈ ടേബിളിൽ നമ്മൾ ഫിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഇവിടെ നമ്മൾ ഒരു വസ്തുവിന്റെ ഒബ്ജക്റ്റിന്റെ റെസ്റ്റ്, ആ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് നോക്കണമെങ്കിൽ മറ്റൊരു വസ്തുവിനെയും കൂടെ എടുക്കണം അല്ലെ. അല്ലാതെ ആ ഒരു വസ്തുവിനെ മാത്രം എടുത്തിട്ട് അത് ചലിക്കുന്നുണ്ടോ മോഷനിലാണോ എന്ന് നോക്കാൻ കഴിയോ? ഇല്ല. അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണോ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണോ എന്ന് നോക്കണമെങ്കിൽ ആദ്യം ആരെ നോക്കണം? അതിന്റെ കൂടെയുള്ള മറ്റൊരു ഒബ്ജക്റ്റിനെയും കൂടെ നോക്കണം. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മള് ചലിച്ചുകൊണ്ടിരിക്കുന്ന പശുവിന്റെ മുകളിൽ ഇരിക്കുന്ന കാക്ക എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ കാക്കയ്ക്ക് ചലനം ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ മറ്റൊരു ഒബ്ജക്റ്റിനെ എടുത്തിട്ടുണ്ടായിരുന്നു. ആരായിരുന്നു? ഫീൽഡിനെ അപേക്ഷിച്ചിട്ട് കാക്ക ചലിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു ഒബ്ജക്റ്റിന്റെ മോഷനെ കാണണമെങ്കിൽ മറ്റൊരു ഒബ്ജക്റ്റിനെയും കൂടെ എടുക്കണം. ഇത്തരം ഒബ്ജക്റ്റുകൾക്കാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയാം. ഓക്കെ, ഫ്രെയിംസ് ഓഫ് റെഫറൻസ്. അപ്പൊ എന്ത് പറയാം നമുക്ക്? ഞാൻ സ്റ്റേറ്റ് whether an object is a state of rest or motion only with respect to another object. ഒരു ഒബ്ജക്റ്റിനെ റെഫറൻസ് ആയിട്ട് എടുക്കുമ്പോഴേ ഉള്ളൂ നമുക്ക് മറ്റൊരു ഒബ്ജക്റ്റ് അത് റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് പറയാൻ കഴിയും. ഇത്തരം ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ ഫ്രെയിംസ് ഓഫ് റെഫറൻസസ് എന്ന് പറയുന്നത്. ഇപ്പൊ ആ ടേബിളിന്റെ കേസിൽ മറ്റൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. നമ്മൾ പറഞ്ഞു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ടേബിളിന്റെ മുകളിൽ ഇരിക്കുന്ന ബുക്ക് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ബുക്കിൽ നമ്മൾ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ആയിട്ട് എടുത്തത് ആരെയായിരുന്നു? ഫ്ലോറിനെയാണ് അല്ലെ. കാരണം തറയിൽ നിന്ന് നോക്കുമ്പോ എന്താണ്? ടാബിൾ മൊത്തത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടാബിളിന്റെ മുകളിൽ ഇരിക്കുന്ന ബുക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ആയിട്ട് എടുത്തത് ആരെയായിരുന്നു? ഫ്ലോറിനെ ആയിരുന്നു അല്ലെ, തറയെയായിരുന്നു. ഇത്തരം ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഫ്രെയിംസ് ഓഫ് റെഫറൻസ് നോക്കൂ. റെഫറൻസ് ബോഡി ഈസ് ദ ഒബ്ജക്ട് വിത്ത് റെസ്പെക്ട് ടു വിച്ച് the state of rest or motion of an object is described. ഈ ഫ്രെയിംസ് ഓഫ് റെഫറൻസിൽ നിന്ന് നോക്കുമ്പോ അവിടെയുള്ള ആ ഒരു ഒബ്ജക്റ്റ് അതിന്റെ പൊസിഷൻ മാറുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറയാം. ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കും. ഇതിലെന്ത് ചെയ്യുന്നുണ്ട്? ആ പശു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും അതെന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട് അല്ലെ, വേറൊരു പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോ നമ്മളവിടെ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഫീൽഡ്, അതായത് ആ ഗ്രൗണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അതിന്റെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ആ ഒരു പശു എന്ത് ചെയ്യാണ്? ഫൈനൽ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പൊസിഷനിലേക്ക് മാറി. ഇപ്പൊ നമുക്ക് എന്ത് പറയാം? അവിടെ പൊസിഷൻ
ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ആ പശു മോഷനിലാണെന്ന് പറയാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്രെയിംസ് ഓഫ് റെഫറൻസ് വെച്ചിട്ട് ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു ഫിഗർ ആണിത്. ഓക്കെ, ഇത് ഹോമിൽ നിന്ന് എന്ത് ചെയ്യാണ്, നമുക്ക് ഓഫീസിലെത്തണം. ഓക്കെ, ഓഫീസിലെത്തണമെങ്കിൽ നമുക്ക് ഏതൊക്കെ വഴിയിലൂടെ പോവാം? ഇതിലൂടെ പോവാം, ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് ഓഫീസിൽ പോവാം അല്ലെ. പിന്നെയോ ആ വീട്ടിൽ നിന്ന് റേഷൻ ഷോപ്പ് വഴി എന്ത് ചെയ്യാം, ഓഫീസിലേക്ക് പോവാം, ഇല്ലെങ്കിൽ ഡയറക്റ്റ് പോവാം അല്ലെ. പലർക്കും പല രീതി ഉപയോഗിക്കാം. ചിലർക്ക് എന്ത് ചെയ്യും, എളുപ്പത്തിൽ എത്താൻ വേണ്ടി ചിലർ ഡയറക്റ്റ് ആയിട്ട് എത്തും അല്ലെ. ചിലരാണെങ്കിലോ വളഞ്ഞു തിരിഞ്ഞ് പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് വളഞ്ഞു തിരിഞ്ഞ് പോവാറുണ്ട്. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഓരോരുത്തരും ട്രാവൽ ചെയ്യാനെടുത്ത് ടൈം ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. സ്ട്രൈറ്റ് ആയിട്ട് ഒരാൾ പോവാണെങ്കിൽ അയാൾ പെട്ടെന്ന് എത്തും അല്ലെ. പിന്നെയോ വളഞ്ഞു പോവാണെങ്കിൽ അയാൾ മറ്റൊരു ടൈമിലെത്തും. അപ്പൊ ഡിഫറെന്റ് ടൈമിലാണ് എത്തുന്നത് അല്ലെ. അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലായി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ്. നമ്മൾ സഞ്ചരിച്ച ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓരോരുത്തരും സഞ്ചരിച്ച ദൂരം എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും ആണല്ലോ. അതാണ് ഡിസ്റ്റൻസ്. ഇനി നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഒരാള് എന്ത് ചെയ്യാണ്, വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോവാണ്. അയാൾ പോകുന്ന വഴി എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ വഴി എന്ത് ചെയ്യാണ്, ഓഫീസിൽ പോവാണ്. അപ്പൊ മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് എത്രയാ? വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്കുള്ള ഡിസ്റ്റൻസ് കവേർഡ് 600 മീറ്റർ ആണ്, 600 മീറ്റർ. പിന്നെ വീണ്ടും അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഓഫീസിലേക്ക് എത്രയുണ്ട്, 300 മീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ മൊത്തത്തിൽ എത്ര മീറ്റർ കവർ ചെയ്തു? ഇത്രയും 600, അതുപോലെ തന്നെ 300, 900 മീറ്റർ അവിടെ കവർ ചെയ്തു അല്ലെ. ഇനി തിരിച്ച് അദ്ദേഹം വന്നത് എങ്ങനെയാ? ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നത് റേഷൻ ഷോപ്പ് വഴിയാണ് വീട്ടിലേക്ക് എത്തുന്നത്. ഓക്കെ, അതായത് 660 മീറ്ററും 420 മീറ്ററും കവർ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത്, തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. അപ്പൊ നമുക്ക് നോക്കാം, 660 മീറ്റർ പ്ലസ് 420 മീറ്റർ അല്ലെ, 1080 മീറ്റർ കവർ ചെയ്തു അല്ലെ. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കൂ, 900 മീറ്ററും പിന്നെ 1080 മീറ്ററും. ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തത് എപ്പോഴാ? തിരിച്ചു വരുമ്പോഴാണ് അല്ലെ. വീട്ടിൽ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, 1080 മീറ്റർ കവർ ചെയ്തിട്ടാണ് എത്തിയത്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി രണ്ട് ഡിസ്റ്റൻസ് ആണ് അദ്ദേഹം കവർ ചെയ്തത്. അപ്പൊ ഏറ്റവും കൂടുതൽ കവർ ചെയ്തത് തിരിച്ചു വരുമ്പോ എന്നുള്ളത് മനസ്സിലായി. ഇനിയോ ഇവിടെ നോക്കൂ, ഹോമിൽ നിന്ന് വീട്ടിൽ നിന്ന് നേരിട്ട് ഓഫീസിലേക്ക് ഒരു വഴിയുണ്ട്. കണ്ടോ, ഇത് ഡയറക്റ്റ് ആയിട്ട് 480 മീറ്റർ. എത്ര കുറഞ്ഞു അല്ലെ, ഒരുപാട് മീറ്റർ കുറഞ്ഞിട്ടുണ്ട്. 450 മീറ്ററോളം, 450 മീറ്റർ ആണ് ടോട്ടലേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 450 മീറ്റർ ആണിത്. ഈ ഒരു ഡിസ്റ്റൻസ് നോക്കുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ ഡിസ്റ്റൻസ് അല്ലെ, സ്ട്രൈറ്റ് ആയിട്ടുള്ള ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക. ഓക്കെ, സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കവേർഡ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് കവേർഡ്. ഓക്കെ, നമ്മൾ ഡിസ്റ്റൻസ് നോക്കുന്ന സമയത്ത് സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള ആ ഒരു ബന്ധം മനസ്സിലാക്കി വെക്കുക. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇറ്റ് ഇസ് എ ടോട്ടൽ പാത്ത് ട്രാവൽഡ് അല്ലെ. നമ്മൾ കവർ ചെയ്ത ടോട്ടൽ പാത്തിനെയാണ്, സഞ്ചരിച്ച ആകെ ദൂരത്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്ത് കവേർഡ്, ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ദൂരം കവർ ചെയ്തത് എത്രയാണോ അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് നോക്കുന്ന സമയത്ത് നോക്കൂ, ഇദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് എത്തണമെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടത്? ഏത് ഡയറക്ഷനാണ് നോക്കൂ, വെസ്റ്റ് ടു ഈസ്റ്റ് ഡയറക്ഷൻ ആണ് അല്ലെ. മറിച്ച് അദ്ദേഹം നോർത്തിലേക്ക് പോയാലോ, വെസ്റ്റ് ടു നോർത്തിലേക്ക് പോകാൻ പറ്റുമോ? വെസ്റ്റ് ടു നോർത്തിലേക്ക് പോകുന്നത് ഏതാണ്? ഹോസ്പിറ്റലിലേക്കാണ് അല്ലെ. അപ്പൊ നമ്മള് ഡിസ്പ്ലേസ്മെന്റിന് കണ്ടൊരു എന്തുണ്ട്, ഒരു ഡയറക്ഷൻ ഉണ്ട് അവിടെ അല്ലെ. ഡിസ്പ്ലേസ്മെന്റിന് എന്തുണ്ട്, ഡയറക്ഷൻ ഉണ്ട്. നോക്കൂ, വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 480 മീറ്റർ ആണ്. അത് എവിടെ നിന്ന് എവിടേക്കാണ്? വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് അല്ലെ. വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് 450 മീറ്റർ ആണ് അദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലായി, ഡിസ്പ്ലേസ്മെന്റിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് അല്ലെ. 480 മീറ്റർ എന്നുള്ള ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ദെൻ വെസ്റ്റ് ടു ഈസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ഡയറക്ഷൻ ഉണ്ട്. ഈ രണ്ട് സംഭവങ്ങൾ ഉള്ളതാണ് ആര്? ഡിസ്പ്ലേസ്മെന്റ്. ഇത്തരം ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. ഓക്കെ, ഈ ഒരു ഇത്തരം ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ദേ ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ദെൻ ഡിസ്റ്റൻസിന്റെ കേസ് നോക്കാം.
ഡിസ്റ്റൻസിൽ നമ്മൾ എങ്ങനെ പോയി കഴിഞ്ഞാലും എല്ലാ പാത്തും അല്ലെ, ഇവിടുന്ന് ഇങ്ങനെ പോവാം, ഇവിടുന്ന് ഇങ്ങനെ പോവാം, അവിടുന്ന് തിരിച്ചു വരാം, ഇവിടുന്ന് തിരിച്ചു വരാം, എങ്ങനെയായാലും കുഴപ്പമില്ല. അതെന്തായിരിക്കണം? ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആയിരിക്കണം. അവിടെ നമ്മൾ എന്ത് നോക്കുന്നില്ല? ഡയറക്ഷൻ നോക്കുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, പക്ഷെ ആരില്ല? ഡയറക്ഷൻ ഇല്ല. അങ്ങനെയുള്ളതാണ് ആര്? സ്കേലാർ ക്വാണ്ടിറ്റീസ്. അപ്പൊ ഡിസ്റ്റൻസ് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമ്മള് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, സ്കേലാർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. ഡിസ്റ്റൻസ് ഒരു സ്കേലാർ ആണ്, കാരണം അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ആരില്ല? ഡയറക്ഷൻ ഇല്ല. ദെൻ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്, കാരണം അതിന് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അതുകൊണ്ട് എന്താണ്? അതൊരു വെക്ടർ ക്വാണ്ടിറ്റി. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ കയ്യിൽ ഒരു സ്റ്റോൺ ഉണ്ട്. ആ സ്റ്റോൺ നമ്മൾ മുകളിലേക്ക് എറിയാണ്. മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു 6 മീറ്റർ വരെ ഉയരത്തിലെത്തിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? താഴേക്കനെ വരുന്നുണ്ട്. അതായത് നമ്മളുടെ കയ്യിലുള്ള മുകളിലേക്ക് എറിഞ്ഞിട്ടുണ്ട്, അതൊരു 6 മീറ്റർ ഉയരത്തിലെത്തിയപ്പോ എന്ത് ചെയ്തു? താഴേക്ക് തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ മുകളിലേക്ക് പോയ അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കില്ലേ താഴേക്കും വരിക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് 6 മീറ്റർ എന്ന് പറയാം അല്ലെ. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇവിടുത്തെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഡിസ്റ്റൻസ് ട്രാവൽഡ് എങ്ങനെ? ടോപ്പ് ഡിസ്റ്റൻസ്, ടോപ്പിലേക്ക് പോകുമ്പോഴുള്ള ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നോക്കാം. ഓക്കെ, അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും നോക്കാം. ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാ നോക്കൂ? 6 മീറ്റർ ആണ് അല്ലെ, അതായത് 6 മീറ്റർ എന്ന് പറയാം. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെന്റ് എത്രയാ നോക്കൂ? മുകളിലേക്ക് പോയത് എത്രയാണ്? 6 മീറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റും 6 മീറ്റർ ആണ് എഴുതാം. ഇനി നമുക്ക് അത് താഴേക്ക് വരുമ്പോ, അതായത് ഡയറക്ഷനിൽ താഴേക്ക് തന്നെ വരികയാണ്. അപ്പോ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 6 മീറ്റർ മുകളിലേക്കും 6 മീറ്റർ താഴേക്കും എത്രയായിരിക്കും? 12 മീറ്റർ കംപ്ലീറ്റ് ആയിട്ട് അത് കവർ ചെയ്തിട്ടുണ്ടാവും. കാരണം നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ടോട്ടൽ പാത്ത് കവേർഡ് അല്ലെ. നമ്മൾ സഞ്ചരിച്ച ആകെ ദൂരത്തിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ 12 മീറ്റർ ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ നോക്കാം നമുക്ക്. ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷന്റെയും ഫൈനൽ പൊസിഷന്റെയും ഇടയിൽ നമ്മൾ സഞ്ചരിച്ച ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ നമ്മൾ കവർ ചെയ്ത സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് പറയാൻ പറഞ്ഞു അല്ലെ. അപ്പോ ഇത് അങ്ങോട്ട് പോകുമ്പോ 6 മീറ്റർ ആണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു. പക്ഷെ ആ സ്റ്റോൺ എന്ത് ചെയ്തിട്ടുണ്ട്? താഴേക്ക് ഇറങ്ങുമ്പോൾ സ്റ്റോൺ നമ്മുടെ ആ ഇനീഷ്യൽ പൊസിഷനിൽ തന്നെ അതെന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചെത്തിയിട്ടുണ്ട്. അതായത് അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ തന്നെ ഫൈനൽ പൊസിഷൻ ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. അവിടെ എന്തില്ല? ഒരു ഫൈനൽ പൊസിഷൻ എത്തിയിട്ടില്ലേ, കാരണം അത് പോയിട്ട് തിരിച്ച് ഇവിടേക്ക് തന്നെ എത്തി. അതായത് അതിന്റെ ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും എന്തായി? ഈക്വൽ ആയി. അതുകൊണ്ട് അതെന്താണ്? അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് പറയുന്നത് 0 ആണ്. അതായത് ഒരു ഒബ്ജക്ട് സഞ്ചരിച്ചിട്ട് അതിന്റെ ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലേക്ക് പോകുന്നു, 1 കിലോമീറ്റർ അകലത്തിലുള്ള സ്കൂളിലേക്ക് പോവാണ്. അപ്പോ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തി. അതായത് നിങ്ങളുടെ ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും എന്തായി? സെയിം ആയി. അപ്പോ നിങ്ങളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഒരു ഒബ്ജക്ട് അതിന്റെ സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിൽ തന്നെ തിരിച്ചെത്തുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ എന്താണ്? നമ്മൾ എന്നും സ്കൂളിലേക്ക് പോയി വരുമ്പോ നമ്മളുടെ എല്ലാവരുടെയും ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? 0 ആണ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്രെയിംസ് ഓഫ് റെഫറൻസും ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ആണ് പഠിച്ചത്. ഇത് നന്നായിട്ട് മനസ്സിലാക്കി.